നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്, വന്ദേ മാതരം. സാർ, ഈ നമ്മൾ ഓരോ ഗവൺമെൻറ് വരുമ്പോഴും കേൾക്കുന്ന ഒരു പല്ലവിയാണ് ചെലവ് ചുരുക്കണം എന്നുള്ളത്. അപ്പോൾ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും, ബജറ്റിലും അല്ലാതെയൊക്കെ പ്രഖ്യാപിക്കും. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളിതിങ്ങനെ കേട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം ഈ ചെലവ് ചുരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ബജറ്റിൽ ഉൾപ്പെടെ അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ചില നടപടികൾ ഉണ്ടായിരിക്കുന്നു. ലാഭകരമല്ലാത്ത, ഈ പ്രവർത്തനക്ഷമമല്ലാത്ത ചില സ്ഥാപനങ്ങളും ബോർഡ് കോർപ്പറേഷനുകളും എല്ലാം അദ്ദേഹം നിർത്തലാക്കാനുള്ള ഒരു നയം സ്വീകരിച്ചിരിക്കുകയാണ്. പലതും വൈൻഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സാർ, ഇങ്ങനെ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടുന്നതിനകത്ത് നമുക്ക് ഗുണമാണോ ദോഷമാണോ? ഈ പറയുന്നത് പോലെ ഈ ചെലവ് ചുരുക്കൽ ഇതുകൊണ്ട് സാധ്യമാകുമോ? നഷ്ടങ്ങൾ കുറയുമോ? സാമ്പത്തിക ലാഭം നമുക്കതിലൂടെ കിട്ടുമോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? പ്രശാന്ത്, നമ്മളെ നമ്മുടെ ഈ എപ്പിസോഡ്സ് ഈ ഗവൺമെൻറ്റിനെ, അധികാരികളെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മൾ ദോഷയുക്കളല്ല ഒരിക്കലും. പത്രധർമ്മം എന്ന് പറയുന്നത് നെഗറ്റീവ് മാത്രം അല്ല, ഞാൻ പറയുന്നത് നെഗറ്റീവ് മാത്രം പറയാൻ പാടില്ല. നമ്മളെ പോസിറ്റീവായിട്ടും പറഞ്ഞു ക്രിയാത്മകമായ ഈ നെഗറ്റീവ്സ് പലതും ചവിട്ടി താക്കും. മാധ്യമങ്ങളും അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അത് വെളിയിൽ വരാതെ നോക്കും. നമ്മൾ അതിനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഉണ്ടായത്. അതായത് ഈ മാധ്യമങ്ങൾ, അത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മാധ്യമങ്ങൾ ഈ UDF സർക്കാർ, നമ്മളിപ്പോൾ UDF LDF സർക്കാർ ആരുടെ ആളല്ല, പക്ഷെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമുക്ക് പറഞ്ഞേ പറ്റും, നല്ലതാണ്. അപ്പോൾ ഈ UDF സർക്കാർ, വി ഡി സതീശൻ സർക്കാർ ചെയ്ത, ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ് സൂചിപ്പിച്ച വെള്ളാനകളായ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ നിർത്താൻ തീരുമാനിച്ചു എന്നുള്ളത് ചെറിയ ഇതായിട്ട് ഒരു ചെറിയ വാർത്തയായുള്ളൂ. ഒരിടത്തും അത് അതിന് വലിയ പ്രാധാന്യം കിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് ഇത് ശരിക്കും ജനങ്ങളിത് കേട്ട് മടുത്ത്, ചെലവ് ചുരുക്കൽ, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അവബോധമില്ല. അപ്പം നമുക്ക് ആ അവബോധം ജനങ്ങൾക്ക് കൊടുക്കലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. പോസിറ്റീവായിട്ട് കൂടെ എന്ത് നടക്കുന്നു, തീർച്ചയായിട്ടും ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നും കൂടി അറിയണമല്ലോ. അല്ല, അത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. ഈ സതീശൻ സാറിൻ്റെ ഈ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് ഇത് നടപ്പിലാക്കുമെങ്കിൽ ഞാൻ ജനിച്ച ശേഷം ഇന്നേ വരെ ഇങ്ങനെ ഒരു ഫിസ്ക്കൽ മെഷർ അല്ലെങ്കിൽ ഓസ്റ്റെറിറ്റി മെഷർ എടുത്തിട്ടില്ല. ഞാൻ 37 പിന്നെ അല്ലാതെ എനിക്കൊരു 3.5 വർഷം സർവീസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ 41. അതിന് മുന്നേ ഞാൻ കോളേജിൽ പഠിച്ചത്, പിന്നെ അത് റിട്ടയർ ചെയ്തിട്ട് 2018 തൊട്ട് ഇതുവരെ ഇങ്ങനെ ഒരു നടപടി ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ മുണ്ട് മുറുക്കി ഉടുക്കണം, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷെ പിന്നെ പത്രങ്ങൾ ആരും ഒന്നും പറയില്ല, ആരും ചോദിക്കില്ല. അത് ശരിയാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് സതീശൻ സാറിനെ പറ്റി എനിക്ക് യാതൊരു പരിചയവുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ മട്ടും ഭാവവും രീതികളെല്ലാം കണ്ടിട്ട് അദ്ദേഹം എന്തോ ഹി റിയലി മീൻസ് ബിസിനസ് എന്നെനിക്ക് തോന്നുന്നു, കാര്യമായിട്ട് എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊന്ന് റിസർച്ച് നടത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പ്രശാന്ത്, ഇത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്, ആദ്യം ഭീമമാണ്. നമ്മുടെ റവന്യൂ ഞാൻ പറയും മഞ്ഞുമലയുടെ എന്നല്ല, ഹിമാലയത്തിൻ്റെ അറ്റം എന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞുമല എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ഒക്കെ അല്ലേ മാക്സിമം. ഞാൻ പറഞ്ഞത് ഇത് ഹിമാലയത്തിൻ്റെ അറ്റമാണ്. ഇത് എന്തോന്നാണെന്ന് ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പോലും ഞെട്ടിപ്പോയത്. മാസാന്ത ചെലവുകളുടെ ചിത്രം. അതായത് ഇപ്പോൾ കേരള സർക്കാർ നടപ്പിലാക്കുന്ന വ്യയ നിയന്ത്രണ നടപടികൾ സംബന്ധിച്ച് ചില വെളുത്ത ആന വകുപ്പുകളും ബോർഡുകളും മാസത്തിൽ കോടികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്.
മാസത്തിൽ കോടി അല്ലല്ലോ കോടികൾ. നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ചില ഡിപ്പാർട്ട്മെന്റിന്റെ പേര് വരുന്നുണ്ട്, ഞാനും കേട്ടിട്ടില്ല. ഇവയിൽ പലതും പ്രധാന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നവയാണ്. പ്രധാന വകുപ്പുകൾ ആവർത്തിക്കുന്നത്, ഉദാഹരണം റബ്ബർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ എന്തിനാണ് വേറൊരു, അത് നല്ല രീതിയിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ റബ്ബർ ബോർഡ് കോർപ്പറേഷൻ എന്തിനാണ്? അതാണ് അത് പറയാം. ഇതിൽ പലതും പ്രധാന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ആവർത്തിക്കും. നമ്മുടെ പൊതുജനങ്ങളുടെ ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഇങ്ങനെ ചെലവഴിച്ച് തൊലച്ച് നാറാണക്കല്ല് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ വർഷങ്ങളെ LDF UDF. അവിടെയാണ് ഈ സതീശൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കും. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു മഹത്തായ കാര്യമാണ്. അത് എനിക്ക് തോന്നി ഇന്ത്യയിൽ തന്നെ മികച്ച മാതൃകയായി ഇവരായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം നല്ല പ്രവൃത്തി ആര് ചെയ്താലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്ന, എന്നാൽ പൊതുജനങ്ങൾക്ക് കാര്യമായ ഗുണം നൽകുന്നില്ല. മാസാന്ത ചെലവുകളുടെ ചിത്രം, കുറിപ്പ്, ശമ്പളം 5500 വെച്ച് ആവറേജ് ചില ഡിപ്പാർട്ട്മെൻറ്റിൽ 5 ലക്ഷത്തിലധികം ജീവനക്കാർ. മൊത്തത്തിൽ പറയുന്നതാണ് 5500 മിനിമം വെച്ച് 5 ലക്ഷം ജീവനക്കാർക്ക്. പെൻഷൻ 2800. ഇത് ഞാൻ ലോവസ്റ്റാണ് പറയുന്നത്. 2800 രൂപ വെച്ച് ഏകദേശം അത്രയും തന്നെ വരും. 5 ലക്ഷത്തോളം. 5 ലക്ഷം എനിക്ക് എക്സാക്ട് കണക്കറിഞ്ഞൂടാ, എന്തായാലും വരും. കാര്യം പെൻഷനേഴ്സും സർവിങ്ങിനേക്കാളും കൂടുതലല്ലേ വരും. അപ്പം നിങ്ങൾ 5500 കോടി രൂപ വെച്ച് 5500 രൂപ വെച്ച് 5 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് അത് അവർ അർഹിക്കുന്നതല്ലെങ്കിൽ, ഇപ്പം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് പെൻഷൻ അത് ആരുടെയും ഔദാര്യമല്ല, നമ്മൾ സെർവ് ചെയ്താണ് ഇത്രയും നാളും. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. അടുത്തത് പെൻഷൻ വരുമാനത്തിൻ്റെ വലിയൊരു വിഹിതം. അപ്പോൾ അത് വലിയ എക്സാക്ട് ഫിഗർ എനിക്ക് കിട്ടിയിട്ടില്ല. പലിശ 1700 രൂപ. അതായത് നമ്മൾ ഈ ലോൺ എടുത്തിട്ടാണ് യുവമാർക്ക് ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ പലിശ 1700 രൂപ വെച്ചിട്ട് ടോട്ടൽ വരുമാനത്തിൻ്റെ 20.21%, റഫ്ലി 21% അങ്ങ് പോവുകയാണ് ഈ വെള്ളാനകൾക്ക് കൊടുക്കാൻ. ഇതിനു വേണ്ടി ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പെൻഷനും അത് നടത്താൻ വേണ്ടി വാങ്ങിച്ച കടത്തിന്റെ പലിശയും. അത് ശരി. ചെറു ബോർഡുകൾ സാർ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ ഒരു 20%, 21% നമ്മൾ ഇവർക്ക് വേണ്ടി മാത്രമാണ്. ഈ കടലിൽ കൊണ്ട് കളയുന്നത് പോലെ സെക്രട്ടേറിയറ്റിലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ ജോലി ചെയ്യുന്നവർക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊന്നും വേണ്ടിയിട്ടല്ല, അതല്ല, ഇവർക്കുള്ളതാണ്. ചെറു ബോർഡുകൾ, മിഷനുകൾ, അതായത് എല്ലാം എടുത്തിട്ടില്ല ഞാൻ, ഒരു 15 എണ്ണം. ഉദാഹരണം, ഈ വെള്ളാനകള് വാസ്തുവിദ്യ ഗുരുകുലം. നമ്മുടെ ഇവിടെ ആറന്മുളയിൽ ഒരു വാസ്തുവിദ്യ ഗുരുകുലം കേട്ടിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരുടെ പൈസ ചില കോഴ്സുകളൊക്കെ നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്ത് കോഴ്സ്? അതല്ലല്ലോ, കോഴ്സിലല്ലല്ലോ താല്പര്യം. ഈ വരുന്ന പൈസ ചെലവഴിക്കുന്നതിലാണല്ലോ, വണ്ടി വാങ്ങുന്നതിലും ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ടോ. TA DA അവൻ സെക്രട്ടേറിയറ്റിൽ മറ്റേ അങ്ങനെ കാണാൻ പോയി അങ്ങ് എഴുതിയെടുക്കുകയില്ലേ. പിന്നെ ധന്വന്തരം, കുഴമ്പ് എല്ലാം വാങ്ങിച്ച് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. അപ്പം പിന്നെ ഈ ഡ്രൈവർമാർ, പിന്നെ ഡ്രൈവർമാരുടെ മെയിൻ്റനൻസ്, ആകെ സ്ഥിര ചെലവ് 10,000 കോടി രൂപ. വാസ്തുവിദ്യ ഗുരുകുലം, ബാംബു കോർപ്പറേഷൻ രണ്ടും കൂടെ ആകെ സ്ഥിര ചെലവ് 10,000 കോടി. അവർക്കുള്ള വരുമാനത്തിൻ്റെ 78%. ഇപ്പോഴും നിലനിൽക്കുന്ന 20 വ്യർത്ഥ സ്ഥാപനങ്ങൾ, ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങൾ. കേരള ബാംബു കോർപ്പറേഷൻ 6 കോടി ഒരു മാസം. 6 കോടി. നിങ്ങൾ തിരുവനന്തപുരത്തെ നാളും കഴിഞ്ഞല്ലേ, നിങ്ങൾക്ക് എന്തെന്നാണ് ഈ ബാംബു കോർപ്പറേഷൻ? എനിക്ക് അറിഞ്ഞുള്ളൂ. നമ്മൾ അത്യാവശ്യം നിങ്ങൾ ജേർണലിസ്റ്റ് ആയിട്ടും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടും ഞാൻ പല കാര്യം എൻ്റെ അറിവ് പറയാം. ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ചില പ്രസ് റിലീസുകൾ വരും. നമ്മൾ ഓഫീസിൽ മെയിലിൽ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊണ്ടുതരും. പണ്ടൊക്കെ കൊണ്ടുതരുമായിരുന്നു, പിന്നെ മെയിലിലായി. അപ്പോൾ അങ്ങനെ മാസത്തിൽ ഓരോ പ്രസ് റിലീസ് വന്നാലായി.
ഇവരുടെ എന്തെങ്കിലും ഒരു പരിപാടി, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ പേര് പറഞ്ഞ് ബാംബു കോർപ്പറേഷൻ, പിന്നെ ഇവരൊരു പത്രസമ്മേളനം നടത്തും വർഷത്തിലൊരിക്കൽ. ഇതാണ് എനിക്ക് ഈ ബാംബു കോർപ്പറേഷനെ കുറിച്ചുള്ള ഏക പരിചയം. ബാംബു കോർപ്പറേഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? അതെ, അതാരും ചിന്തിച്ചില്ല. അതെനിക്ക് തോന്നുന്നു ഈ സതീശ സാറ് UDF ഗവൺമെന്റ് UDF കാരും ഇരുന്ന് കുത്തിയിരുന്നെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. ഈ വരുമാനം അങ്ങ് മൊത്തം ചോർന്നു പോവില്ല. ഇത് എവിടെ കൊണ്ടിട്ട് അണ കിട്ടും? അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. അപ്പോൾ കേരള ബാംബു കോർപ്പറേഷൻ 6 കോടി ഒരു മാസം. കേരള കശുവണ്ടി കോർപ്പറേഷൻ ഇപ്പോഴത്തെ കോൺട്രവേഴ്സ്യലായിട്ട് 12 കോടി. എന്തിനാണ് ഈ കശുവണ്ടി കോർപ്പറേഷൻ? വാട്ട് ഫോർ? അത് പ്രൈവറ്റുകാർ ഇറക്കിക്കോളും, അവർ കൊടുത്തോളും. എന്തിനാണ് ഈ കശുവണ്ടി കോർപ്പറേഷൻ? രാഷ്ട്രീയക്കാർക്ക് ഇതേപോലെയുള്ള ഇതെല്ലാം പൊളിറ്റിക്കൽ പോസ്റ്റ്. ഹൈക്കോടതിയായിട്ട് ഏറ്റവും വലിയ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെയും. അത് ഈ ഹൈക്കോടതിയിൽ ആരെങ്കിലും എന്നെ നിങ്ങളെ പോലെ ആരെങ്കിലും ഒരാൾ കൊണ്ട് ഇങ്ങനെയാണ് സംഗതി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. എല്ലാ ഹൈക്കോടതിക്ക് ശ്രദ്ധപ്പെടൂലല്ലോ. അപ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ 12 കോടി. കേരള ചിരിക്കല്ലേ, കേരള പൗൾട്രി വികസന കോർപ്പറേഷൻ 5 കോടി. ഇതില്ലെങ്കിൽ എന്താ? ഈ കേരള പൗൾട്രി വികസന മാസം 5 കോടി. 5 കോടി. ഇത് 5 കോടി എന്ന് പറഞ്ഞാൽ പിന്നെ ചെയർമാൻ്റെ ഡ്രൈവർ, പിന്നെ എല്ലാം പിന്നെ ചുവന്ന ബോർഡ്, പിന്നെ ചിലപ്പോൾ ഒക്കെങ്കിൽ ലൈറ്റും വയ്ക്കും. എന്തോണോ വയ്ക്കും. ഇത് ആരിവിടെ ചോദിക്കാൻ? പിന്നെ ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര പിടിപാടുള്ളവരാണ് ഇടതുപക്ഷത്തിൽ വലതുപക്ഷത്തിൽ ഇവിടെയൊക്കെ വരുന്നത്. അടുത്തത് കേരള ഖാദി ബോർഡ് 8 കോടി. അവരെന്തോന്നാണ് ചെയ്യണത്? കേരള ഖാദി ബോർഡ്, കേരള ഖാദി കമ്മീഷൻ ഉണ്ട് ഇവിടെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അവർ വളരെ സ്തുത്യർഹമായ നിലയിൽ അവർ വലിയൊരു സ്ഥാപനമാണ്. എത്ര ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്നതാണ് ഇൻഡയറക്റ്റായിട്ട്. പിന്നെ ഈ കേരള ഖാദി ബോർഡ് ഇല്ലെങ്കിൽ ഈ ജുബ്ബ വയ്ക്കൂലേ, ഈ മുണ്ടൊന്നും വയ്ക്കൂലേ? ഇത് ചുമ്മാ 8 കോടി ഒരു മാസം. അവരുടെ ബന്ധപ്പെട്ട ചിലവ് ഇതിനകത്ത് വണ്ടി ചിലവ്, ഡീസല് എല്ലാം ഉണ്ട്. ശമ്പളം അവരിങ്ങനെ നോക്കണം. അണ്ടർ സെക്രട്ടറി, പിന്നെ സെക്രട്ടേറിയറ്റിൽ അയാൾക്ക് എത്ര കിട്ടും, പിന്നെ DYSPക്ക് എത്ര കിട്ടും, അതിൻ്റെ തൊട്ട് മോളിൽ കൊണ്ടുപോയി. ആര് ചോദിക്കാൻ, ആര് പറയാൻ? ഇപ്പോൾ ഈ UDF ഗവൺമെൻറ് ഇത് ചോദിച്ചില്ലെങ്കിൽ ആരും ഇത് പറയില്ല. കേരള സെറികൾച്ചർ ബോർഡ് പട്ടുനൂൽ. ഇവിടെ ഭയങ്കര പട്ടുനൂൽ വ്യവസായമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ കാട്ടിലുള്ള കാഞ്ചീപുരമാണ്, അത് ഇതൊക്കെയാണ്. ഇതെന്തിനാണ് ഈ കേരള സാരി ഇവർ നെയ്ത സാരി ആര് വാങ്ങിക്കുന്നത്? 3 കോടി രൂപ ഒരു മാസം 3 കോടി. ഇനിയാണ് ഇത് ഞെട്ടിപ്പോവും. ഇത് നമ്മുടെ കേരളം സത്യത്തിൽ നമ്മളാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾ രാവിലെ സാറ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അടുത്തതാണ് ഭയങ്കര കുഴപ്പം. ഇതുപോലുള്ള കാര്യങ്ങളും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എത്രയുണ്ടെന്ന്, ഡ്യൂപ്ലിക്കസി എത്രയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരെണ്ണമാണ് കണ്ടുപിടിച്ചത്. റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വലിയ സ്ഥാപനമാണ്. അതിന്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നി IAS IPS അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് നല്ല ആളുകളെ, നല്ല വിവരമുള്ള ആളുകളെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പിന്നെ ഫേമസ് IAS ഓഫീസർ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, ഒരു ലേഡി ഓഫീസർ. അതുപോലുള്ളവരൊക്കെയാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അവർ ഭയങ്കരമായിട്ട് അവർക്ക് ഫണ്ടുണ്ട്. അവർ റബ്ബർ ഇവിടെ കേരളത്തിൽ കറക്റ്റ്. അപ്പൊ അതിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കേരള റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ 10 കോടി ഒരു മാസം. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കാശുണ്ട്, അതുകൊണ്ട് അവർ ചെയ്യും. എന്തിനാണ് ഈ കേരള ഈ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഒരു മാസം 10 കോടി? പിന്നെ ഡ്രൈവറുടെ TA DA അയാളെ തന്നൊന്തരം കുഴമ്പ് വാങ്ങിച്ചത്, മെഡിക്കൽ എക്സ്പെൻസ്, ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ബില്ല് തന്നെ എൻ്റെ അറിവിൽ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് ഇത്രയും വർഷം ജോലി ചെയ്തത് 70% ഞാൻ കണ്ടിട്ടുണ്ട്. 70%. പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ DGP എടുത്ത് പറഞ്ഞു, സാറേ ഇത് വൻ കുഴപ്പമാണെന്നാണ്. നിങ്ങളെ കൊണ്ട് ഒപ്പിടാൻ പറ്റിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. ധന്വന്തരം കുഴമ്പ്, മറ്റത് മറിച്ചത്. അവൻ്റെ അടുത്ത് അവന് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അവൻ പോയി ഒരു IPS എന്തിനു പറയുന്നു,
ഒരു IPS ഉന്നതൻ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, നൺ അതർ ദാൻ ചീഫ് സെക്രട്ടറി പിടിച്ചു. 8 ലക്ഷം രൂപ ഇയാൾ കള്ള റീഇംബേഴ്സ്മെന്റ് ആയിരിക്കുന്നു. ഞാൻ ആ ഫയൽ കണ്ടതാണ്, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. ഞാൻ ആ ഫയൽ കണ്ടതാണ്. ഞാൻ IPS ഉന്നതനുമായിട്ട് ഞാൻ ഉടക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫയൽ എടുപ്പിച്ചാണ്. ഇയാളുടെ ഇയാളുടെ PSO, പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിൽ ഈ പൂജപ്പരയിലുള്ള പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് അപ്പുറത്തുള്ള അയാളുടെ സീലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇയാൾ തൃശ്ശൂർ IPS ഉന്നതൻ തൃശ്ശൂരോ കോത്താഴത്തോ നിൽക്കുമ്പം അവിടെ പോയി ഡോക്ടറെ കണ്ടതായിട്ട് ഇയാൾ സീലും അടിച്ച് പോയിരിക്കുകയാണ്. ഇത് എത്രയോ പ്രാവശ്യം ഇയാൾ വാങ്ങിക്കഴിഞ്ഞു. IPS ഉന്നതൻ, അയാൾ എത്ര ലക്ഷം രൂപ ഒരു മാസം ശമ്പളം വാങ്ങിക്കുന്നതാണ് അയാൾ. എന്നിട്ട് ഈ വൃത്തികെട്ട പരിപാടിക്ക് 8 ലക്ഷം രൂപ ഇങ്ങനെ എത്ര പ്രാവശ്യം അയാൾ വാങ്ങിച്ചാണ്. ഈ ചീഫ് സെക്രട്ടറി ഉടക്കിട്ട് വൻ പ്രശ്നമായി. പിന്നെ ഈ IPS ഉന്നതൻ ഇപ്പോഴും ഇങ്ങനെ കാണാമറയത്ത് നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അതായത് അയാൾക്ക് അതിഭയങ്കരമായ പിടിയാണ്. ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും അയാൾക്ക് ഭയങ്കര പിടിയാണ്. ഇടതുപക്ഷം വരുമ്പം കോടിയേരി സഹായിക്കും, വലതുപക്ഷം വരുമ്പം ആരാണ് CM അങ്ങേരെ പിടിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞ്, ഇതേപോലെ IPS ഉന്നതൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരള റബ്ബർ, സെരികൾച്ചർ, അതൊന്നും കണക്കെടുത്തിട്ടില്ല. ഇവന്മാരെല്ലാം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് പറഞ്ഞ എമൗണ്ടുകളല്ല ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൂടാതെ അത് കൂടാതെ ഉള്ളതാണ്. അതൊന്നും നോക്കിയിട്ടില്ല. അതുമല്ല, ഇനി നമ്മുടെ AG's ഓഫീസോ ഹൈക്കോടതിയോ മറ്റേ ഇടപെട്ട് ഒരു സാമ്പിളിന് കേരള റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ ജീവനക്കാർ എത്ര രൂപ, എല്ലാ അസുഖക്കാരാണല്ലോ, ഭയങ്കര അസുഖമാണ്. ഡ്രൈവർക്ക് അസുഖം, മറ്റവർ പ്യൂണിന് അസുഖം, എല്ലാവർക്കും അസുഖം. അത് ഞങ്ങളുടെ അത് പൊതുവെ കേരളത്തിൽ ഇപ്പൊ അങ്ങനെയാണ്, മരുന്ന് തിന്നാണ് നമ്മൾ. അല്ല, ഈ ഇങ്ങനെ കള്ള റീഇംബേഴ്സ്മെന്റ് ചിട്ടിക്കടക്കണത് എനിക്കറിയാം. ചിട്ടിക്കടക്കണം, ഞാൻ വളരെ തന്മയത്തോടെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ചിട്ടിക്കടക്കും വാങ്ങിച്ച് അതിനൊന്നും തൊടാൻ പറ്റും. പറഞ്ഞാൽ കംപ്ലീറ്റ് അടിമുടി അഴിമതി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എല്ലാം ഒന്നും ഇപ്പൊ നിങ്ങളെ എന്നെ CM ആക്കി കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കൂടെ നമ്മളെ മറിക്കും. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടാവുന്നത്, സതീഷ് സാറിനെ കൊണ്ടാവുന്നത് ചെയ്യട്ടെ. ഇത്രയെങ്കിൽ ഇത്ര. ശരി, അടുത്ത ഒരെണ്ണം കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ 15 കോടിയേ ഉള്ളൂ ഒരു മാസം. ഇതും പൊളിറ്റിക്കൽ അല്ല. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് എനിക്ക് ഒരുത്തനെ ഓർമ്മ വന്നത്. അവന് എന്താണ് മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്നോ ഇംഗ്ലീഷ് എത്ര അക്ഷരം ഉണ്ടെന്നുണ്ട്. പക്ഷെ അവൻ്റെ അച്ഛൻ ഭയങ്കര CPI-കാരനാണ്. ഞാൻ പാർട്ടി വെച്ച് പറയണല്ലോ, ഇപ്പോഴല്ല, ഒരു 8 വർഷം മുമ്പുള്ള കാര്യം പറയണം. അപ്പം ഞാൻ ചോദിച്ചു, ഇയാൾ എവിടെയാണ്? അത് അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത്. അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ, എന്താ നമ്മൾ അഞ്ചലിൻ്റെ ആ ഭാഗത്ത് എവിടെയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ, അവിടുത്തെ ചെയർമാനാണ്. വേറെ പണിയൊന്നുമില്ല. ഏതെങ്കിലും ഗവൺമെൻറ് വരുമ്പം ഇയാളുടെ അച്ഛൻ CPI-യുടെ നേതാവായുണ്ട്, അല്ലെങ്കിൽ CPM-നെ പിടിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പിടിച്ച്, ആരെങ്കിലും പിടിച്ച്, ഇതാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ 15 കോടി. ഈ സതീശൻ സാറ് ക്ലിപ്പിട്ടിരിക്കുന്ന ഇതിലൊക്കെയാണ്. കേരള കൊയർ മാർക്കറ്റിംഗ് ബോർഡ് വേറെ ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതുപോലെ 7 കോടി. ഇത് നമ്മുടെ ഈ സാധാരണ ജനങ്ങൾക്ക്, നമ്മൾ ഈ റോഡിൽ കൂടെ പിന്നെ ഈ ചില തമിഴ് പിച്ചക്കാരന്മാരില്ലേ, ചിലപ്പോൾ ഈ അവർക്ക് നടക്കാൻ ഇങ്ങനെ വണ്ടി, അവർ ബീഡി വാങ്ങിക്കുമ്പോഴേ, സിഗരറ്റ് വാങ്ങിക്കുമ്പോഴേ അവർ ടാക്സ് കൊടുക്കുകയാണ്. ആ പിച്ചക്കാരൻ്റെ പൈസയും കൂടെ ഇതിനകത്ത് ഇവിടെ വരെയാണ് ടാക്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനസാക്ഷി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ അവന്മാർക്ക്? എന്നിട്ട് ഇവിടെ ഗവൺമെൻറ് ഓഫ് കേരള പാപ്പരാണ്, അവരുടെ പൈസ ഇല്ല പല കാര്യങ്ങൾക്കും. അതായത് നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതെ, ഒന്നിനും പൈസ ഇല്ല. അടുത്ത കേരള ഹോർട്ടികൾച്ചർ മിഷൻ എന്താണെന്ന് ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. 9 കോടിയേ ഉള്ളൂ ഒരു മാസം. കേരള ഫിഷറീസ് ട്രെയിനിങ് സെൻറ്റർ, എന്താ ഇവന്മാർ കേരള ഫിഷറീസ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പഠിച്ചിട്ടാണോ നമ്മളെ മുക്കുവര് അല്ല 300-400 വർഷം കൊണ്ട് ഒരു കടലിൽ പോയി മീൻ പിടിക്കുന്നത്? ഈ കേരള ഫിഷറീസ് ട്രെയിനിങ് സെൻറ്റർ 4 കോടി. കേരള SIDC 11 കോടി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇവിടെ അങ്ങ് ഭയങ്കര ചെറുകിട വ്യവസായം. ഞാൻ സർവീസിൽ പ്രവേശിക്കുമ്പം ഏകദേശം 255 വ്യവസായങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണം HMT വാച്ച് കാസർഗോട്ട് മറ്റുണ്ടാക്കണം, തോഷിബ ബാറ്ററി,
പിന്നെ കുണ്ട്ര സെറാമിക്സ്, സൈക്കിൾ, കേരള സൈക്കിൾ, അങ്ങനെ 250 ഇപ്പോൾ പ്രശാന്തിന് ഒരെണ്ണം കാണിച്ചു തരാം സാർ. ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം ഏതാണ്ട് പൂട്ടിയ മട്ടാണ്. എൻ്റെ ഒരു കസിൻ ഇവിടെ നിന്ന് പിന്നെ കേരള സ്മോൾ സ്കെയിൽ ഇൻ്റർനാഷണൽ കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് ഇത്തിരി ലാഭം കിട്ടും. അയാൾ IT ആണ്. IT എന്ന് പറഞ്ഞാൽ അയാൾ ജർമ്മനിയിലെ IIT പ്രോഡക്റ്റാണ്, ജർമ്മനിയിൽ ജോലി ചെയ്യുന്നത്. എന്നെക്കാളെ 2 വയസ്സ് മൂപ്പുള്ള എൻ്റെ ഫസ്റ്റ് കസിൻ, അയാൾ ഇവിടുന്ന് ലോണൊക്കെ എടുത്ത് ഇയാൾക്ക് കൈക്കൂലി കൊടുക്കാനോ വാങ്ങിക്കാനോ ഒന്നും അറിഞ്ഞൂടല്ലോ. ഞാൻ ജോലി ചെയ്യുന്നു, പിന്നെ ഞാൻ ഇതിന് വർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് ചെയ്ത അവസാനം ഒരു വലിയൊരു രാഷ്ട്രീയ ഉന്നത നോക്കിയപ്പോൾ നല്ല ലാഭം ഇത് അത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവസാനം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ഇത് വൈൻഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് വിൽക്ക്, ഇവിടെ ഇവരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാനന്ന് സർവീസിലുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ എത്ര 10 വർഷമായി ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അവസാനം പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അത് പോയി. അതിൻ്റെ പേര് തന്നെ അതിൻ്റെ പേര് ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഇതുണ്ടല്ലോ നെറ്റ്വർക്ക് പണ്ട് BSNL മാത്രമേ BSNL. ഈ സൃഷ്ടി എൻ്റെ കസിൻ്റെ ആയിരുന്നു. സൃഷ്ടി ടെക്നോ പാർക്കിൽ വിജയരാഘവ സാർ വിളിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഈ പിന്നെ ഈ കൈക്കൂലി കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ഇവരുടെ നിന്ന് ലോൺ എടുത്തു. ഇവരുടെ നിന്നും എടുത്തു, പിന്നെ കേരള ഫൈനാൻസ് എൻ്റർപ്രൈസിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ അവന്മാരെല്ലാം കൂടെ പൂട്ടി. ഒരുമിച്ച് ലോൺ അടയ്ക്കാൻ ഒക്കില്ലല്ലോ. അങ്ങനെ അത് അപ്പം അതാണ് ഈ SIDC വെച്ചിരിക്കുന്ന ഇതുപോലുള്ള ചെറിയ സാധനങ്ങളെ സഹായിക്കാൻ. അവൻ്റെ ഊപ്പാട് വരും. അവന് കൊളസ്ട്രോൾ പരമ്പരാഗതമായിട്ട് ഇല്ലെങ്കിൽ അവന് വരും. അപ്പം അതിനാണ് പിന്നെ ഈ 11 കോടി എവിടെ പോകുന്നു എന്ന് ചോദിക്കരുത്. പിന്നെ SC വികസന കോർപ്പറേഷൻ 13 കോടി പട്ടികജാതി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്കറിയാം ചുറ്റിനും നോക്കുമ്പോൾ കറക്റ്റ്. പിന്നോക്ക വർഗ പട്ടികജാതി കോർപ്പറേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ പിന്നോക്ക വർഗ വികസന കോർപ്പറേഷൻ 12 കോടി. ഇവിടെ എല്ലാം ഓരോ രാഷ്ട്രീയത്തിലെ പിടിപാടുള്ളവന്മാരാണ് ഇരിക്കുന്നത്. 12 കോടി. മൈനോറിറ്റി, ഇത് സെയിം സാധനം, മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷൻ. അവർക്ക് ഇത് ആരാണ് ഇവിടുത്തെ മൈനോറിറ്റി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജൈനന്മാരാ? അതാ ബുദ്ധന്മാരിവിടെ ഇല്ല, ജൂതന്മാരും ഇല്ല. അവരാണ് എൻ്റെ അറിവിലുള്ള മൈനോറിറ്റി. അല്ലെങ്കിൽ സിഖ്. എനിക്കറിഞ്ഞൂടാ. 6 കോടി. ലേബൽ വെൽഫെയർ ഫണ്ട് ബോർഡ് 2 കോടി. എനിക്കറിഞ്ഞൂടാ എന്തോന്നോ തോന്നുന്നു. യുവജനക്ഷേമ ബോർഡ് 5 കോടി. യുവജനക്ഷേമം, യുവജനങ്ങൾ DFIക്കാരും KSUക്കാരും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇവരുടെ ബോഡി വരണ്ട. അവരുടെ ലോണും എല്ലാം അല്ലാതെ പിന്നെ ആർക്ക് കൊടുക്കണത്? അപ്പം അത് ചിലവ് നടത്താൻ വേണ്ടി മെയിൻ്റനൻസ് വേണ്ടി 5 കോടി. ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 7 കോടി. മീഡിയേഷൻ ആൻഡ് കോൺസലേഷൻ സെൻറ്റർ എന്തോ മീഡിയേഷൻ എന്തോന്ന് കോൺസലേഷൻ എന്തൊരു മീഡിയേഷൻ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ 3 കോടി. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിണ്ടായിരിക്കണതാണ് നല്ലത്. കോപ്പറേറ്റീവ് ഒന്നും പറയാതിരിക്കണതാണ് നല്ലത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ 9 കോടി. അവരുടെ ചെയർമാൻ അവരുടെ കൂടെയുള്ള പരിവാരങ്ങളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അപ്പ് കീപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് 9 കോടി. സ്ത്രീ കമ്മീഷൻ അനുബന്ധ ബോർഡുകൾ എനിക്കറിഞ്ഞൂടാ. എനിക്ക് ആകെ അറിയാവുന്ന സ്ത്രീ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എനിക്കറിയാം. ഇതെന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ ആര് ഈ സതീശൻ സാറിന് പറഞ്ഞു കൊടുത്തെന്നുള്ളതാണ് കറക്റ്റായിട്ട്. അത് നടപ്പിലാക്കിയ ഒരു പറയാൻ നിർത്തില്ല. 3 claps to നമ്മുടെ CM എന്ന് പറഞ്ഞേ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മാസം നമുക്ക് ടോട്ടൽ എത്ര കോടി ഈ രീതിയിൽ? അതിപ്പോൾ നമ്മൾ കൂട്ടി നോക്കണം. സ്ത്രീ കമ്മീഷൻ അനുബന്ധ കൂടം 4 കോടി. കേരളം മാസത്തിൽ 10,000 കോടി ശമ്പളം, പെൻഷൻ, പലിശയ്ക്കായി ചെലവഴിക്കുന്നു. ഈ ഒരു പ്രസ്ഥാനങ്ങൾ ഈ 20 സ്ഥാപനങ്ങൾ മാത്രം 150-150 കോടി മാസത്തിൽ ചെലവഴിക്കുന്നു. 20 സ്ഥാപനങ്ങൾ മൊത്തമല്ല. മൊത്തം നമ്മളിപ്പോൾ കുറേ വായിച്ചു. ഇപ്പോൾ പറഞ്ഞ 20 150 കോടി മാസത്തിൽ ചെലവഴിക്കുന്നു. ഇവയെ റദ്ദാക്കുകയോ ലയിപ്പിക്കുകയോ ചെയ്താൽ വർഷത്തിൽ 2,000 കോടി രൂപ ലാഭിക്കാം. ലയിപ്പിച്ചാലും കുഴപ്പമില്ല. ലയിപ്പിക്കേണ്ട, റദ്ദാക്കിയാൽ മതി. എന്തിനാ ഇങ്ങനെയൊക്കെ ഉള്ളത്? അത്യാവശ്യം പെൻഷനുള്ള പൈസ ആയല്ലോ. വീട്ടിൽ പോട്ടെ, കോടതിയിൽ എവിടെയെങ്കിലും പോട്ടെ. നിങ്ങൾ അങ്ങനെ
ശരിക്കും സാർ ഇത് വളരെ ഈ ചെറിയ തുകയൊന്നും അല്ല, നമ്മൾ കരുതുന്ന പോലത്തെ ഒരു അല്ല. പിന്നെ ഇനി ശരിക്കും നമ്മുടെ ഖജനാവിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഈ 2 സ്ഥാപനങ്ങളോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഇപ്പം പറയും അത് ഞങ്ങളുടെ അല്ല, അത് അമ്പലങ്ങളുടെ പൈസ, അത് ഹിന്ദുക്കളുടെയാണ്, ഹിന്ദുക്കൾ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് ചോദിച്ചതുപോലെ ഹിന്ദുക്കളെ പൈസ ഞങ്ങൾ കൊള്ളയടിക്കുന്നത്, നീ ആരാ ചോദിക്കാനെന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഞാൻ 2 പോസ്റ്റ് എടുത്തുള്ളൂ. ഞാനവിടെ 1.25 വർഷം ജോലി ചെയ്തതാണ്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഈച്ച് അലോട്ടഡ് സെപ്പറേറ്റ് ഒഫീഷ്യൽ വെഹിക്കിൾസ് വിത്ത് ഡ്രൈവേഴ്സ്. ബട്ട് ദിസ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ബട്ട് ദിസ് പ്രാക്ടീസ് ഇസ് നോട്ട് മാൻഡേറ്റഡ് ബൈ ലോ. നിയമവിധേയമല്ല. നിയമവിധേയം അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കും? ഇറ്റ് ഈസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. കേരള ഹൈക്കോടതിയില്ല, ഞാൻ പറഞ്ഞ് കഴിഞ്ഞ നമ്മൾ എപ്പിസോഡ് പറഞ്ഞില്ല, അദ്ദേഹം മറ്റേ നമ്മുടെ CJ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സാറ് വലിയൊരു വടിയോ LMG ആയിട്ട് TDBയുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ എവിടെ നിന്നാലും അവരിത് തന്നെ തുറന്നു പോകും. ഈ തട്ടിപ്പിനെന്ന് കേരള ഹൈക്കോർട്ട് ഓഡിറ്റ്സ് have repeatedly flagged such vehicle allotments, such allotments as sins and as wasteful, since Devaswam funds are meant for temple upkeeping, not for maintaining fleets of car for officials. അയ്യപ്പൻ്റെ പാവപ്പെട്ട അയ്യപ്പൻ്റെയും നമ്മുടെ മറ്റേ വള്ളിയങ്കാവ് നിന്നും വരുന്നത് ഉള്ള വരുമാനം ആ അമ്പലങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള ഇവിടുത്തെ ഇവന്മാർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DYSPക്ക് സാലറി എത്രയാണ്, അത് ഇത്രയാണ്, സെക്രട്ടറിയേറ്റിലെ അണ്ടർ സെക്രട്ടറി ഇത്രയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണർ അതിൻ്റെ മുകളിൽ വേണ്ടേ? അല്ലേ ഹൈക്കോടതിയിലെ ജഡ്ജിക്ക് ഇത്ര രൂപയാണ് ശമ്പളം, എന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പോസ്റ്റ് ചെയ്യണത്, എന്നെ IPS അദ്ദേഹത്തിനെയും ഹൈക്കോടതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എനിക്കതിൻ്റെ തൊട്ട് താഴെ ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ജഡ്ജി എവിടെ നിൽക്കുന്നത്, നമ്മൾ IPS ഓഫീസർ, അതിന് ഒരു സ്ട്രാറ്റ ഉണ്ട്. അപ്പോൾ അതേപോലെ ഇവന്മാർ തീരുമാനിക്കണത്, ഇവന്മാരെ ശമ്പളം തീരുമാനിക്കണം എങ്ങനെയാണ്? ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറഞ്ഞാൽ പോലീസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ, അല്ലെങ്കിൽ വേണമെങ്കിൽ പ്രശാന്തിനോട് ചെക്ക് ചെയ്ത് നോക്കാം. അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമെങ്കിൽ ലൈറ്റും കൂടെ വയ്ക്കും, മറ്റേ പോലീസുകാർ വയ്ക്കുന്ന പോലെ. അത് അങ്ങനെയാണ് ഇവരുടെ ശമ്പളം തീരുമാനിക്കുന്നത്. ഇത് പിന്നെ ഒരു 100 രൂപ നമ്മുടെ ഇവിടുത്തെ പോലീസിലെ അല്ലെ സെക്രട്ടറിയിലെ ഒക്കെ കൂടുമെങ്കിൽ ഓടാൻ ഇവിടെ കൂട്ടും. ഇവിടെ 200 കൂട്ടും. അയ്യോ 100 150 200 ആക്കും. അയ്യോ പിന്നെ ഭയങ്കര പണിയല്ലേ അവര് ചെയ്യണേ ദേവസ്വം ബോർഡ്, നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ കൂടെ vehicle allotment for Travancore Devaswam Board, each is typically 1 car separate independent. അത് ചുമ്മാ അയിഞ്ഞാൻ വണ്ടികളൊന്നുമല്ല. ഒന്നീ പിന്നെ ഇന്നോവ ഡെപ്യൂട്ടി കമ്മീഷണർക്കില്ല, ഒക്കെങ്കിൽ അതിൽ കൂടിയ ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട് ശബരിമല ഡയറക്ടർ, അവന് ഇന്നോവ കൊടുക്കും. എല്ലാം ഭയങ്കര കോസ്റ്റ്ലി. പണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ ഒരു ബെൻസ് വാങ്ങാൻ തീരുമാനിച്ചു. അന്ന് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഞാനാണ്. അന്ന് അത് വലിയ വിഷയമൊക്കെ ആയി. ഇപ്പോഴല്ല, 2006-ലോ 2007-ലോ ആണ് ആ സംഭവം. അന്ന് പിന്നെ നമ്മുടെ G. സുധാകരൻ മിനിസ്റ്റർ ഇടപെട്ടിട്ടാണ് അതുപോലെയുള്ളവർ ഇരുന്നുകൊണ്ടാണ് അങ്ങനെ. അതാ ഇനി ഇത് കൂടാതെ സ്പെഷ്യൽ ഓഫീസേഴ്സ്, പ്രൊജക്ട് യൂണിറ്റ്സ്, vehicles like Toyota Innova Crystal are hired on monthly contracts 40,000 to 60,000 per month. പിന്നെ 40,000 to 60,000 per month. ഞങ്ങൾ സ്റ്റേറ്റ് വൈഡ് ജൂറിസ്ഡിക്ഷനുള്ള ഞങ്ങൾക്ക് പോലും ഇത്രയും ചിലവില്ല പോലീസിൽ. പെർ മന്ത് പ്ലസ് ഡ്രൈവർ സാലറി ആൻഡ് ഫ്യൂവൽ. പിന്നെ കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ്, ഡ്രൈവറുടെ സാലറി 25,000 തൊട്ട് 40,000 ഓരോ വണ്ടിക്ക് ഹയർ ചെയ്യുന്ന. ഫ്യൂവൽ മെയിൻ്റനൻസ് 15,000 തൊട്ട് 25,000 വരെ. പിന്നെ അതിൻ്റെ മുകളിൽ ഫ്യൂവൽ ഇതിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട്, അല്ല സ്വന്തം വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് അത് കാസർഗോഡ് പോയി തിരിച്ചു വന്നു കാണിച്ച ഡെപ്യൂട്ടി കമ്മീഷണറല്ല ഒരു മെമ്പറെ എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പം ഞാനിത് കുറേ ഇട്ട് ഞാൻ പറഞ്ഞ്, നിങ്ങൾ പിന്നെ 2 ദിവസം മുമ്പല്ലേ അതെ
അപ്പോൾ ഇപ്പോൾ ഒരു ലേഡി ചെയർമാനെ മറ്റാണ് ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് നമ്മളെ ദേവസ്വം ബോർഡിൻ്റെ TDBയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെ വലിയ പുകിലാണല്ലോ. പക്ഷേ ഇതിൻ്റെ നമ്മളാരും അറിയാറില്ല. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റും ഉണ്ട്. അവരെന്തെന്നാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ദേ ആർ ആൻസറബിൾ. ഈ അവരുടെ ട്രാൻസാക്ഷനും അവരുടെ രീതികളും ഫംഗ്ഷൻ രീതികളും ഒക്കെ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ശബരിമലയിലെ കാര്യം നമ്മൾ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പരിശോധനയ്ക്ക് വരുന്നതാണോ? ഈ ഏത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിങ്ങൾ ഉദ്ദേശിച്ച എനിക്ക് ആരെന്ന് മനസ്സിലായി. അത് IAS. എൻ്റെ അറിവിൽ ശബരിമലയിൽ ഇതുവരെ IAS കയറിയതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, പിന്നെ ശബരിമലയിലെ ഓഡിറ്റ് അവര് എങ്ങനെയാണ് അവരുടെ ചെയർമാനെതിരായിട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ്? സാർ, ഈ പറഞ്ഞ ബോർഡ് കോർപ്പറേഷനിലെങ്ങും തരത്തിലുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റും പിന്നെ ഇന്റേണൽ. ഇതുകൊണ്ടാണല്ലോ നമ്മൾ ഘോരം പറയുന്നത്. ഈ ശബരിമലയിലെ ഇപ്പൊ നടക്കുന്ന ഈ അഴിമതികൾ മൊത്തം IAS ഓഫീസറുടെ കീഴിൽ ഒരു ഓഡിറ്റ് പാർട്ടി നടത്തട്ടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അത് കൊന്നളഞ്ഞ അതിന് സമ്മതിക്കില്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടിരുന്നാൽ മതി. സർവത്ര സ്വർണം, അതെ, സ്വർണ്ണക്കൊള്ള ഇപ്പോൾ സ്വർണ്ണമല്ല, അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ലേറ്റസ്റ്റ് ഇതാ കഴിഞ്ഞ ആഴ്ച എന്തോന്ന് മിൽമ നെയ്യ്, അവർക്ക് ആരെയും പേടിയില്ല, എന്തും ചെയ്യും. ട്രാവൻകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈവൻ ഈ വഖഫ് ബോർഡ് പോലും, വഖഫ് ബോർഡിനെ പറ്റി അധികം ആരും അന്വേഷിച്ചിട്ടില്ല. അതെ, 1 കോടിയായിരുന്നാലും 2 കോടിയായിരുന്നാലും ചുമ്മാ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അമ്പലങ്ങൾക്ക് അത് വരുമാനമുണ്ട്, പക്ഷേ അതിൽ നിങ്ങൾ ഇടപെടരുതെന്ന് ആർക്കും പറയാൻ നോക്കില്ല. ഇല്ല, അത് വരുമാനം ഉണ്ടെന്നെങ്കിലും വെക്കും. ഇവർക്ക് എന്ത് വരുമാനം? അപ്പോൾ ഇങ്ങനെ ഏത് മതമായിരുന്നാലും, എന്ത് റിലിജ്യൻ ആയിരുന്നാലും, എന്ത് കാസ്റ്റ് ആയാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പൈസ, അതാണ് ഗവൺമെൻറ്റിൻ്റെ പൈസ അഴിച്ചു മാറ്റുന്നത് ശരിയല്ല. അത് മോഷണമാണ്. അത് നിങ്ങളും ഞാനും കൈക്കൂലി വാങ്ങിച്ചാൽ അത് തെറ്റാണെങ്കിൽ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം തെറ്റാണെങ്കിൽ ഇതെല്ലാം തെറ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സതീശൻ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം വളരെ, ഞാൻ സാറ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഇത്രയും ഗൗരവം ഇതിന് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഞെട്ടിപ്പിക്കുന്ന, ഞാൻ ചെറിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 300-400 കോടി രൂപയുടെ അധിക ചിലവൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു മാസം നമുക്ക് 2000 കോടിയിലധികം ലാഭിക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ചിലപ്പോൾ 2000 കോടിയൊന്നും അല്ല. ഇത് ചില റിപ്പോർട്ടിന്റെ കണക്കിന്റെ മറ്റേ ഇവര് കൺട്രോളറിനോ മറ്റേ AG, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ AG വന്നു കഴിഞ്ഞാൽ അവരാണല്ലോ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഡിറ്റിംഗ്. അത് വന്നു കഴിഞ്ഞാൽ 2000 എന്നുള്ള ചിലപ്പോൾ 10000 കോടി രൂപയാവും. നമുക്കറിഞ്ഞൂടായിട്ട് അവർ കണ്ടുപിടിക്കും. സാറേ, എന്തായാലും ഒരു കാര്യം, സതീശൻ സർക്കാരിന് എങ്ങനെയും ഈ തീവട്ടിക്കൊള്ള, ഇത് ശരിക്കും ആഡംബരവും ധൂർത്തുമല്ല, അതിനപ്പുറത്തൊരു തീവട്ടിക്കൊള്ളയാണ്. ഈ കൊള്ളയും അഴിമതി ഇത് അവസാനിപ്പിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന്. അല്ല, കരുത്ത് അതൊരു ഭയങ്കര ഒരു ബോൾഡ് ഡിസിഷനാണ്. കാര്യം ഞാൻ മറ്റാരും ചെയ്യാത്ത രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായ പ്രഷർ CM-ന്റെ പുറത്ത് വരും. ഇത് പാടില്ല. അതാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മളിങ്ങനെ സാഗൂതം ഇത്രയൊക്കെ പറയാനുള്ള ഒരു ആർജവം കാണിച്ച സ്ഥിതിക്ക് അത്രയെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇനി ബാക്കി ചെയ്യേണ്ട നമ്മളല്ല, ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അങ്ങനെ സാർ, അവരെന്റെ പുറകെ നിൽക്കണം. അവര് ആരും ഈ കാര്യത്തിൽ ഉത്സാഹം കാണിക്കുന്നില്ല. സങ്കടകരം. ഇത് ഗൗരവത്തിൽ എടുക്കുന്നു പോലുമില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ. ഇത് ഇത്രയും വലിയൊരു നമ്മുടെ ഖജനാവാണെങ്കിൽ ചോർന്ന് ഒരു വലിയ എന്താ പറയുക, ഒരു വല്ലാത്ത പരുവമായിരിക്കുകയാണ്. അവിടെ എങ്ങനെയും നമുക്കിത് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. കേരളം അദ്ദേഹം ഈ കയറി 2 മാസമായിട്ട് ഇതുവരെ കോർപ്പറേഷൻ ഉണ്ടാക്കിയില്ല, മറ്റുണ്ടാക്കില്ല, മറിച്ചുണ്ടാക്കില്ല എന്നല്ല ഇവിടെ പലരും പറഞ്ഞില്ല. അതിന്റെ കാര്യം ഇതാണ്. അദ്ദേഹം പലതിനും അതിപ്പോ പറയുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം കൊണ്ടാണ് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. ഗ്രൂപ്പിസം. കശുവണ്ടി കോർപ്പറേഷനിൽ ചെയർമാനായിട്ട് പോയ കഴിഞ്ഞ 2025 12 മാസത്തെ യുവമാർ എഴുതിയെടുത്ത എത്രയെന്ന് നോക്കിയാൽ മതിയല്ലോ. അതിനകത്ത് എന്തെന്ന് കോൺഗ്രസ്, CPM വന്നാലും കോൺഗ്രസ് വന്നാലും ഇവരൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരു വളരെ ക്രിയാത്മകമായ ഗുരുതരമായ ചുവടുവയ്പ്പാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ നാടിനെ സ്നേഹിക്കുന്ന, നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും അത് വിജയിക്കട്ടെ എന്നേ ആഗ്രഹിക്കുള്ളൂ. എന്തായാലും നമുക്കും അങ്ങനെ പ്രതീക്ഷിക്കാം. VD സതീശൻ സർക്കാർ അത്തരം ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ ധൂർത്തും ആഡംബരവും അഴിമതിയും അനാവശ്യ ചെലവുകളും ഒക്കെ
ഒഴിവാക്കിയെടുത്താൽ ഈ പണം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കുള്ളതാണ്, നമ്മുടെ നാടിൻ്റെ ക്രിയാത്മകമായ പുരോഗതിക്കുള്ളതാണ്. മാത്രമല്ല ഇത് MLA ഇലക്ഷൻ കിട്ടാത്തവർക്ക് എനിക്ക് മറ്റേ ബോർഡ് വേണം എന്ന് നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പോണത് അത് ബോർഡിനെ നന്നാക്കാനാണോ? അല്ല, സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാനാണ്. അത് ഇനി അതെന്തായാലും വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചത് നല്ല കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം ഊർജ്ജസ്വലമായി അത് നടപ്പാക്കില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ മറന്നു പോകില്ലെങ്കിൽ, ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരണ വഴിക്ക് റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞൊരു ബോർഡ്, ചുവന്ന അക്ഷരത്തിൽ ബോർഡൊക്കെ, എന്തോന്ന് റവന്യൂ റിക്കവറി? റവന്യൂ വകുപ്പിൽ വരുന്നത് റവന്യൂ റിക്കവറി എന്ന് പറയുന്നത് പിന്നെ ഒന്നീ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലോ അല്ലെങ്കിൽ RDOയുടെ റവന്യൂ റിക്കവറി. ഇതെന്താ പരിപാടി എന്നറിയാം? റവന്യൂ റിക്കവറി എന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി ഉള്ളതിനൊക്കെ പേടിച്ച് മാറിയെന്നാണോ? ഇങ്ങനത്തെ കുറേ കാറുകളുണ്ട്. 1 or 2 തഹസീൽദാർ, ഡെപ്യൂട്ടി കളക്ടർ, നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ 3 ഡെപ്യൂട്ടി കളക്ടർ, അല്ലെങ്കിൽ 3 തഹസീൽദാർ, പിന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അത് അവരിങ്ങനെ റവന്യൂ റിക്കവറി നിന്ന് ഒളിച്ച് കൊണ്ട് നടക്കില്ല. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതി തന്നെ കാണി. ഇതൊക്കെ ഇങ്ങനെ വണ്ടികളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ റിക്കവറി, എത്ര റവന്യൂ റിക്കവറി വണ്ടി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ. എന്തായാലും ഈ പറഞ്ഞതുപോലെ സർക്കാർ ഒരു ക്രിയാത്മകമായ ചൂടുവയ്പ് നടത്തിയിരിക്കുന്നു. ഇത് ഫലവത്താകട്ടെ. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് ഇത്തരത്തിൽ അനാവശ്യമായി ചെലവഴിച്ച് കളയുന്നത്. അത് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള കരുത്തുകൂടി സർക്കാരിനുണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.